ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളും ജില്ലാ കളക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ നീങ്ങിയത്. ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതിയില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഇറച്ചി വിഭവങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴി, കാട, ഒപ്പം തന്നെ താറാവ്, അത്തരത്തിൽ പക്ഷി ഇനങ്ങൾപ്പെട്ട ഇറച്ചി വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ജില്ലയിലുള്ളത്. ഇന്ന് ആലപ്പുഴയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിലെ ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. മാത്രമല്ല, പക്ഷിപ്പനി ബാധിത മേഖലകളിൽ ഉള്ള പക്ഷികളുടെ ഇറച്ചികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശീതീകരിച്ച ഇറച്ചികൾ ഉപയോഗിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഭക്ഷ്യ വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ കേന്ദ്ര പ്രോട്ടോകോൾ പ്രകാരമാണ് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറോട് അത്തരം കാര്യങ്ങൾ അവർ അഭ്യർത്ഥന നടത്തിയതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇത് അംഗീകരിക്കാതെ തള്ളുകയായിരുന്നു. കാരണം നിരോധനം ഏർപ്പെടുത്തിയ മേഖലകളിൽ നിരോധനം തുടർന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹോട്ടലുകൾ അടച്ചുള്ള പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെത്തി വിനോദസഞ്ചാരികളെ അത് വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പുതുവത്സര ആഘോഷങ്ങൾ, ഒപ്പം ക്രിസ്മസ് തുടങ്ങി ഇങ്ങോട്ട് വലിയ തിരക്കാണ് ആഭ്യന്തര സഞ്ചാരികളുടെ ഭാഗത്ത് നിന്ന് ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അവർക്ക് ഇത്തരത്തിൽ റെസ്റ്റോറൻറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാത്തത് സഞ്ചാരികളെ ബാധിക്കുന്നുണ്ട്. ടൂറിസം സെക്ടറിനെ കൂടി അത് ബാധിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും അധികം കച്ചവടം നടക്കേണ്ട ഒരു സമയമാണ് ഈ ഇത്തരത്തിൽ ക്രിസ്മസ് വിപണി നടക്കുന്ന, അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ആലപ്പുഴയിൽ എത്തിയ സഞ്ചാരികൾ എത്തുന്ന സമയം. അവിടെ ഇങ്ങനൊരു തിരിച്ചടി സംഭവിച്ചത് വലിയ രീതിയിൽ ഹോട്ടൽ ഉടമകളെയും ബാധിച്ചിട്ടുണ്ട്. ചെറുകിട വിൽപ്പനക്കാരെ, അതായത് ഹോട്ടൽ ഉടമകൾക്കും അല്ലെങ്കിൽ താറാവ് കർഷകർക്കും അപ്പുറം ചെറുകിട വിപണി നടത്തുന്ന, അല്ലെങ്കിൽ ചെറുകിട കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ ഇത് വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ഈ നേരത്തെ തന്നെ താറാവിനെ ഇറക്കിയ ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ആളുകൾ ഭീതി മൂലം ഇത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്ന താറാവുകളായിട്ട് പോലും വാങ്ങാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ഒരു 3-4 വർഷമായിട്ട് ഈ ക്രിസ്മസ് വരുന്ന സമയത്താണ് ഈ പക്ഷിപ്പനി എന്ന് പറഞ്ഞ് കൺഫേം ചെയ്ത് വരുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളത് പ്രതീക്ഷിച്ച് ക്രിസ്മസ് പ്രമാണിച്ചാണ് നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി താറാവിനെ ഇറക്കുന്നത്. ആ ഇറക്കി വരുമ്പം അതിൻ്റെ തലേദിവസം തൊട്ട് പറയും പക്ഷിപ്പനിയാണ്. പിന്നെ ആൾക്കാർക്ക് പേടി. ഇപ്പോൾ ആൾക്കാർ വിശ്വസിക്കാതായെന്ന് വേണം പറയാൻ. ഇത് സ്ഥിരം ഇങ്ങനൊരു അഭ്യാസമാണ് കാണിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ പോലും പലർക്കും പേടിയുണ്ട്. പിന്നെ ഹെൽത്തിൽ നിന്ന് പറയുന്നുണ്ട്, നല്ലോണം വേവിച്ച് കഴിക്കാനും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇറക്കിയ താറാവ് വീണ്ടും മിച്ചം കിടപ്പുണ്ട്. അതേസമയം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ പറയുന്നത് ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശീതീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പക്ഷിപ്പനിയുടെ അണുക്കൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥർ തന്നെ, ഇതിൻ്റെ എക്സ്പെർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 70 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കിയ അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുണ്ടാവില്ല എന്നുള്ള വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. സൈബീരിയൻ മേഖലകളിൽ നിന്ന് എത്തിയ പക്ഷികളിൽ നിന്നാണ് ഇത്തരത്തിൽ ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ മുട്ട ഉൾപ്പെടെയുള്ള അവ ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായി പുഴുങ്ങി ഉള്ള മുട്ടകളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും ഉണ്ടാകുന്നുണ്ട്. മറ്റ് പാതി വേവിച്ച മുട്ടകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ പാടില്ല, ഇറച്ചി ഉപയോഗിക്കാൻ പാടില്ല. 70 ഡിഗ്രിക്ക് മുകളിലേക്ക് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ പോലും ഇത് കൈകാര്യം ചെയ്യുന്ന, ഈ പക്ഷികളെ കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ ഈ പാകം ചെയ്യുന്നതിനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിലും ഈ രോഗബാധയുടെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ശീതീകരിച്ച കോഴി ഇറച്ചിക്കുള്ളിൽ വൈറസ് ഒരിക്കലും നിർവീര്യമാകുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും പൂർണ്ണമായും വേവിക്കാതെ ഇറച്ചി ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ 70 ഡിഗ്രിക്ക് മേലെ പാചകം ചെയ്യുന്ന, ചൂടാക്കുന്ന അല്ലെങ്കിൽ വേവിക്കുന്ന ഇറച്ചിയിൽ ഒരു കാരണവശാലും വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അത്തരത്തിൽ പാകം ചെയ്ത ഇറച്ചിയും മുട്ടയും ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ആലപ്പുഴ നഗരം പ്രത്യേകിച്ച് വലിയ സഞ്ചാരികളുടെ ഒഴുക്കോടുകൂടി വലിയ പ്രതീക്ഷയായിരുന്നു കച്ചവടക്കാർക്കുൾപ്പെടെ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ തിരിച്ചടിയായിട്ട് പക്ഷിപ്പനി ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 31 വരെയാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് സംശയം തോന്നിയ മേഖലകളിൽ നിന്ന് സാമ്പിളുകൾ ഭോപ്പാലിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യുമോ എന്നുള്ള ഭീതിയും നിലനിൽക്കുന്നു. അതേസമയം തന്നെ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തുനിന്ന് 1500ഓളം ഹോട്ടലുകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആലപ്പുഴയിൽ തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.
കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. 12ഓളം കടകൾ കത്തി നശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തീ പടർന്നത് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് സംശയം. പുലർച്ചയോടുകൂടിയാണ് ബ്രോഡ്വേയിൽ ഈ ഭാഗത്ത് ശ്രീധർ തിയേറ്ററോട് ചേർന്നുള്ള ഈ ഭാഗത്ത് കൂടുതലും ഫാൻസി സ്റ്റോഴ്സുകളുടെ ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലും താഴെയുമായി പ്രവർത്തിക്കുന്ന കടകൾക്കാണ് കൂടുതലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ ഭാഗത്തുണ്ടായിരുന്ന 2 കടകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു. ഉത്സവ സീസണായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ നഷ്ടം വലുതാണ്. വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് തീ പടർന്നത് അല്ലെങ്കിൽ തീ പിടിച്ചതെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് പോലീസും അഗ്നിരക്ഷാ സേനയും അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പൊതുവിൽ വേസ്റ്റ് ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിടുന്ന ഒരു പതിവ് ചിലപ്പോഴെങ്കിലും അത് തീ കത്തിക്കുന്ന രീതിയെല്ലാം ഉണ്ടായതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണമെന്നതാണ് അവരുടെ ഒരു നിലപാട്. ബ്രോഡ്വേ ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നത് ഇതിനു മുൻപും പല തവണയും തന്നെ ബ്രോഡ്വേ കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മറ്റു രീതികളിലേക്ക് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാത്രം ഇത് ഒതുങ്ങി നിന്നു എന്നത് മാത്രമാണ് ഭാഗ്യവും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഫയർഫോഴ്സിന്റെ കഠിന പരിശ്രമവും എല്ലാം കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അവസാനിക്കുന്നത്. ഇപ്പോൾ വസ്തുക്കൾ കത്തി നശിച്ച ഒരു നാശനഷ്ടങ്ങൾ മാത്രമാണ് അതിൽ ഉള്ളത്. കൂടുതലായും തന്നെ ഇതിന് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നതിന്റെ എല്ലാം തന്നെ വിശദമായ രീതിയിലുള്ള പരിശോധനകൾ എല്ലാം തന്നെ വേണ്ടിവരും. നമുക്ക് കാണാം ഈ കടകൾ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസിന്റേതായ വലിയ തിരക്കും വിപണിയിൽ വലിയ രീതിയിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത ഒരിടവുമെല്ലാമായിരുന്നു സ്ഥലമാണ് ഈ രീതിയിലേക്ക് പൂർണ്ണമായും കത്തിനശിച്ച രീതിയിലേക്ക് മുകളിലും താഴെയുമുള്ള 2 കടകളുള്ളത്. ഒപ്പം തന്നെ 12ഓളം കടകളിലേക്ക് കൂടി ആ തീ പടർന്നിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലേക്ക് ആകുന്നതിന് മുൻപ് തന്നെ സമീപത്തു നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും തീപിടുത്തം അത് പൂർണ്ണമായും തന്നെ അണയ്ക്കാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം 8ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് ആ തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ അപകടത്തിലേക്ക് നീങ്ങാവുന്ന ഒരു വലിയ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കഠിനമായ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് ആ തീ പടരാതിരുന്നത് എന്ന് തന്നെ പറയാം. ചുറ്റുപാട് മുപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ബ്രോഡ്വേ പരിസരങ്ങളെല്ലാം തന്നെ ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നതാണ്. ഇടതിങ്ങിയുള്ള കടകളും മറ്റുമാണ് കൂടുതലുള്ളത്. മറ്റൊരു അപകടം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിസരമാണ്. നമുക്ക് കാണാം ഇവിടേക്ക് ഈ പഞ്ഞിയും അതുപോലുള്ള ഈ അസംസ്കൃത വസ്തുക്കളും പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. വീടലങ്കാരവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊപ്പം തന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പ്ലാസ്റ്റിക് അധിഷ്ഠിതമായും എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധിയായ വസ്തുക്കളും എല്ലാം തന്നെ സൂക്ഷിക്കുന്നൊരിടം കൂടിയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു അപകട വ്യാപ്തി വളരെ പെട്ടെന്ന് തന്നെ അത് കൂടുകയും ചെയ്തത്. അതിലും വലിയ ഒരു അപകടത്തിന്റെ ഒരു മുനമ്പിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിരുന്നത്. അതുള്ളതാണോ? ആണോ? ഇതൊരു വലിയ പേടി തോന്നിയിരുന്നില്ലേ വാർത്ത കേൾക്കുമ്പോൾ? വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭീകരാന്തരീക്ഷമല്ലേ. 10-11ഓളം ഫയർഫോഴ്സ് വന്നു. അവരുടെ നല്ല ഇടപെടൽ കൊണ്ട് ഒരുപാട് ഇതിനകത്ത് 500-ഓളം കടകളുള്ളതാണ്. 12ഓളം കട ഇപ്പം നശിച്ചു. പൂർണ്ണമായിട്ടും 2-3 കട കത്തി പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടലാണ് കൂടുതൽ. അതെ 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 അതെ. അതിൽ അസമയമല്ലേ, 12 മണി കഴിഞ്ഞെന്ന് പറയുമ്പം ഇന്നൊക്കെ ശരിക്കും കച്ചവടം നടക്കേണ്ട സമയമാണ്. ഒരുപാട് സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട് കച്ചവടം, ഒക്കെ നശിച്ചു പോയി. 12ഓളം കട പോയിട്ട് 500ഓളം കടയുണ്ട് ഇതിനകത്ത്. സാധനങ്ങൾ പുറത്തും സ്റ്റോക്ക് ചെയ്യാറ്? അതെ അതെ, പുറത്തും ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റോക്ക് വയ്ക്കാറുണ്ട്. ആയാലും അദ്ദേഹം മറ്റൊരു കടയുടമയാണ്. വലിയ രീതിയിലുള്ളൊരു പേടി ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, ഏത് രീതിയിലാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നതെല്ലാം തന്നെ ഒരു ആശങ്ക എല്ലാവരിലും തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാത്രം, അതിൽ ചെറിയ കടകളിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്നതിൽ ഈ അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ വലിയ രീതിയിൽ സഹായിച്ചു എന്ന് തന്നെയാണ്. ഇനി കൂടുതൽ പരിശോധന ഇവിടേക്ക് നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും അഗ്നിരക്ഷാസേനയുമാണ് കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.
കൊച്ചിയിലെ തീപിടുത്തത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. മേത്തർ ബസാറിൽ സബ് കളക്ടർ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർ പാലിച്ചില്ലെന്നും തീപിടുത്തമുണ്ടായത് എങ്ങനെ എന്നതിൽ വ്യക്തത ഇല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മിഡ്നൈറ്റ് 1:30 ഇൻഫർമേഷൻ കിട്ടിയത്. അത് പ്രകാരം ഒരു 8 ഫയർ ടെൻഡേഴ്സ് ഇവിടെ വന്നിരുന്നു. ഒരു 2:30, 3 o'clock വരെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഏബിൾ ടു സക്സസ്ഫുള്ളി ഏബിൾ ടു കൺട്രോൾ ദ ഫയർ. പേഴ്സൺക്കൊന്നും ആയിട്ടില്ല, പക്ഷേ കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. So we'll have a meeting today and ഇന്ന നാളേലി ആൻഡ് വാട്ട് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മാത്തേർ ബസാറിൽ ഇങ്ങനെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീം പോയിട്ട് പരിശോധിച്ചിരുന്നു. സബ് കളക്ടർ ആൻഡ് കോർപ്പറേഷൻ ഒഫീഷ്യൽസ്, പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ കമ്പൈൻഡ് ആയിട്ട് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി കുറെ സജഷൻസ് അവർക്ക് പറഞ്ഞിരുന്നു. പക്ഷേ അവർ പാലിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ DDMA ആക്ട് 33 പ്രകാരം നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തു കോർപ്പറേഷൻ സെക്രട്ടറിനെ ദ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കടകൾക്കെതിരെ മേത്തർ സ്ട്രീറ്റിൽ. സോ വി വിൽ സി വാട്ട് ഒരു ജോയിന്റ് ടീം വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് വാട്ട് പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും അത് നമുക്ക്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ പ്രവർത്തനമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെന്ന് മേയർ VK വിനിമോൾ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 1:30 മണിയോടുകൂടിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാനപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ദീപകിനോട് പറഞ്ഞു, ഉടനെ തന്നെ സ്പോട്ടിലോട്ട് വരാൻ പറഞ്ഞു. ദീപക് ഇവിടെ രാവിലെ 4 മണി വരെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറേയും ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്ഷേപം പറഞ്ഞു. പക്ഷേ കത്ത് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കത്ത് പിടിച്ചത് ഇത്രയും ഈ അപകടം ഇത്രയായിട്ട് കുറഞ്ഞത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരുപാട് ഈ ക്രിസ്മസ് സീസണായിരുന്നു. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ആർക്കും ആളഭയമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചത് നമുക്കൊക്കെ കിട്ടുന്നൊരു വാണിംഗ് ആണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കും. വ്യാപാരികളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ ഇനിയും ഇത്തരം അഗ്നിബാധകൾ ഉണ്ടാകുന്നത് തടയാൻ കഴിയൂ എന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നഗരസഭയ്ക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ എന്നതിനതീതമായി വ്യാപാരികളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള മേത്തർ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്ന സമയമാണ്. അവിടെ 10,000-കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒഴുകി വരികയാണ്. അവിടെ ഒരു അപകടമുണ്ടായാൽ ഈ ആളുകൾക്കുള്ള ഒരു എക്സിറ്റ് പ്ലാൻ അടക്കം നമ്മൾക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളതാണ്.